സിനിമയൊക്കെ കിട്ടി. ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന്. സോ ഞാൻ അവിടെ നിന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ബെഡ്ഷീറ്റ്. ഇത് ഡൽഹി പോയപ്പോൾ മേടിച്ചതാണ്. ഒരു 450 ആ റേഞ്ചിലേ ഉള്ളൂ. പക്ഷെ എനിക്കിങ്ങനെ കോട്ടൺ ക്ലോത്ത് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇതിപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു ട്രെൻഡിങ് ബാഗാണ്. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കാം. ഒന്നുമില്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് മുമ്പ് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. പിന്നെ ഇത് ഞങ്ങൾക്കിവിടെ പാത്രങ്ങൾ അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ക്യാപ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങണം. കുറേ സാധനങ്ങൾ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അറിയില്ല. ഇതിൻ്റെ ആവശ്യം ശരിക്കില്ല, പക്ഷെ എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പാൽപ്പൊടിയാണ് ഇത്. പിന്നെ ഞാൻ സേമിയ അവിടെ നിന്ന് ഇവിടെ സ്പെഗറ്റി പോലത്തെ കിട്ടും. ഇങ്ങനത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ത്യൻ സ്റ്റോറിൽ ഉണ്ടാവും, നോർമൽ സ്റ്റോറിൽ ഇല്ല. അപ്പോൾ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കാൻ വല്ല വിശേഷ ദിവസങ്ങളിൽ കണക്കാക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് മുഴുവൻ കഴിഞ്ഞു. ഒരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റിയിൽ പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ഇത് ബൂസ്റ്റിൻ്റെ ഒന്നും കൂടെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് മുന്നേ ഞാൻ കാണിച്ചില്ലേ, ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതന്നെ. പിന്നെ ടാങ്ക് എനിക്കിഷ്ടമാണ്. അപ്പോൾ ടാങ്ക് ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ. പിന്നെ ഇവിടെ ഈ മാരിഗോൾഡ് പോലത്തെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. മാരിഗോൾഡ് അല്ല, പക്ഷെ വേറൊരു തരത്തിലുള്ളത്. പക്ഷെ നാട്ടിലത്തെ ചില സമയത്ത് നമുക്ക് നാട്ടിലത്തെ മാരിഗോൾഡ് മിസ്സാവും. അപ്പോൾ അത് മാത്രമല്ല, വന്ന ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ 500 ഷോപ്പിൽ മാത്രമേ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് വെച്ചതാണ്. 500 ഷോപ്പിലുണ്ട് ഒരു 1.5 യൂറോയ്ക്ക് അങ്ങനെ എങ്ങാണ്ടുണ്ട്. ഇത് 55 റുപ്പീസിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഇത് പിന്നെ കായം പൊടിയല്ലാത്തതും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതാന്ന് പറഞ്ഞു, അപ്പോൾ ട്രൈ ചെയ്യാം. ഇത് റോസ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാവശ്യം റോസ് ഷേക്ക് മിൽക്ക് പൗഡർ കൊണ്ടുവന്നതാണ്. പിന്നെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലേ മാഗി ക്യൂബ്, അതിൻ്റെ ഒരെണ്ണം. പാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഇടുന്നതായതുകൊണ്ട് പക്ഷെ അങ്ങനെ ഇങ്ങനെയായി കിടക്കുന്നുണ്ട്. ഇത് പാലട പായസം റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ. റെഡി ടു ഈറ്റ് അല്ല, നമ്മൾ വെക്കണം. എന്താ പറയുക, കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റിൽ പാലട റെഡിയാവും. അപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഓണ സമയത്ത് ഞങ്ങൾ ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഫോട്ടോ, ആ വീഡിയോ, പായസമൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ഞാൻ പക്ഷേ പാലട 2 തരത്തിലുള്ള പാലടകൾ കൊണ്ടിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ സാധാരണ അരിഞ്ഞ മിഠായി, എപ്പോഴെങ്കിലും നാളെ മിസ് ചെയ്യുമ്പോൾ കഴിക്കാൻ. ഇത് കുറച്ച് മുന്നേ ഞാൻ കാണിച്ചില്ല, ഉലുവ അതന്നെ. ഇത് പിന്നെ ചേച്ചിയുടെ അവിടെ നിന്ന് വന്നതാണ്, സുചേച്ചിയുടെ അവിടെ നിന്ന്. അരിക്കൊണ്ടാട്ടാണ്. അരിക്കൊണ്ടാട്ടം അവിടെ ഉണ്ടാക്കുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള അരിക്കൊണ്ടാട്ടാണ്. അങ്ങനെ ഈ ബാഗിന് അധികം ഡാമേജ് ഒന്നും ആയിട്ടില്ല, നല്ല മണമാണ്. ഇത് പിന്നെ ഏലക്കായ ലുലുന്ന് മേടിച്ചതാണ്. അത്യാവശ്യം നമ്മൾ ചായക്കും ബിരിയാണിക്കും ഒക്കെ പായസത്തിനൊക്കെ ഇടുന്നതുകൊണ്ട് അത്യാവശ്യം കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ചിക്കൻ മസാല വീണ്ടും 5-6 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചൊവ്വരി അല്ലെങ്കിൽ സാബുദാനയുടെ ഇതിന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പായസം ഉണ്ടാക്കാം, കിച്ചടി പോലെ ഉണ്ടാക്കുകയും ചെയ്യാം. എനിക്ക് ഈനോ ചില സമയത്ത് ഭയങ്കര എന്താ പറയുക, ഹെൽത്തിന് നമുക്ക് വയറ് ശരിയല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈനോ ഞാൻ കൊണ്ടുവരാറുണ്ട്. അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഈനോ ആയിട്ട് കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഈ DMൽ പോകുമ്പോൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈനോ മേടിച്ചിട്ടുണ്ട്. ഇത് ടാങ്കിൻ്റെ തന്നെ ലെമൺ ഫ്ലേവറും മേടിച്ചിട്ടുണ്ട്. ഓറഞ്ചും ഉണ്ട്, ലെമണും ഉണ്ട്. ഇതാണ് ഞങ്ങൾ കുറേ ടീ പൗഡർ കൊണ്ടിട്ടുണ്ട്, അത് ടീ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ AVTയുടെ സുപ്രീമാണ്. ഇത് ശരിക്കും മേടിച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ നല്ല ലാഭമാണ്. ലാഭമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഷുഗറും 500 ഗ്രാം ഷുഗറൊക്കെ കിട്ടും ഫ്രീ ആയിട്ട്. നല്ലതാണ്, നല്ല ചായ ആയിരുന്നു. പിന്നെ കുറച്ച് മുന്നേ കശ്മീരി ചില്ലി പൗഡർ എന്ന ഈസ്റ്റാൻ്റെ ഉണ്ട്. ഇതിനെ ഞാൻ 2 തരത്തിൽ മേടിച്ചിട്ടുണ്ട്. ഒരു ബോക്സ്, അതായത് എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സാഷ കൊണ്ട് നടക്കാം. ഇവിടെയൊക്കെ വീട്ടിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ഒരു മാഗി ക്യൂബും കൂടെയാണ്. മാഗി ക്യൂബ് 5-6 കൊണ്ടുവന്നു. ഈസ്റ്റും ഒരു 3 കൊണ്ടുവന്നു. ഇത് ഫ്രണ്ട് പറഞ്ഞിട്ട് അവന് വേണ്ടിയിട്ടായിരുന്നു. എള്ളു പോലത്തെ സംഭവം തോന്നുന്നു, വൈറ്റ് വെല്ലിൻ്റെ. നല്ല സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനാണ് എന്താണെന്നറിയില്ല. അത് മേടിച്ചിട്ടുണ്ട്. പ്രവീണാണ്. പ്രവീൺ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതാക്കാനായിരിക്കാം, അറിയില്ല കൂടുതൽ. ഇതൊക്കെ പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സാണ് തോന്നുന്നുണ്ട്. അത് ആംല ഹെയർ ഓയിലാണ്. അപ്പോൾ ഇതൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുകൊണ്ട് ഈ പെട്ടിക്ക് അധികം ഡാമേജും ആവാത്തതുകൊണ്ട് അറിയില്ല, അത് അത്ര അങ്ങോട്ട് ഇട്ട് കുലിക്കിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ പെട്ടിയാണ് ഭയങ്കര ഡാമേജ് ആയത്. പെട്ടി ഡാമേജ് അല്ല, ഉള്ളിലത്തെ ഐറ്റംസൊക്കെ ഇളകി മറിഞ്ഞ് അങ്ങനെ ആ കലമ്പായിട്ടാണ്. ഇതിവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ആംല ഹെയർ ഓയിൽ. എനിക്കിഷ്ടം അതിൻ്റെ സ്മെല്ല്. ചെറുപ്പത്തിൽ അച്ഛൻ എപ്പോഴും മേടിച്ചു തരുന്ന ഒരു ഹെയർ ഓയിൽ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടം അതിൻ്റെ മണം. അപ്പോൾ ആ മണം, അച്ഛൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛനും ഇതാ യൂസ് ചെയ്യണം. ഇത് പിന്നെ നമ്മുടെ റോസ് വാട്ടറാണ്. ഇത് ഞാൻ ഫേസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും.
ഞാൻ അങ്ങനെ ബ്യൂട്ടി പ്രോഡക്ട്സ് മേടിക്കാറില്ല, പക്ഷേ എൻ്റെതായ കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്, അതേ യൂസ് ചെയ്തു. ഇത് പിന്നെ ഹിമാലയ ഫേസ് വാഷ് ചെറുത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പുറത്ത് ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് 2-3 ദിവസം സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പാക്ക് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ ഹിമാലയയുടെ ഒന്ന്, ഞാൻ ഹിമാലയ അല്ലാതെ വേറെ അങ്ങനെ യൂസ് ചെയ്യാറുമില്ല. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ റോസ് മിൽക്ക് ഉണ്ടാക്കാനാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അത് പൗഡർ, ഇതൊരു ലിക്വിഡ് പോലെ. എനിക്ക് റോസ് മിൽക്ക് ഇഷ്ടമാണ് കുടിക്കാനായിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അറിയില്ല യൂഷ്വലി ആൾക്കാർ എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്, ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സാധാ വിക്സ്. ഇത് പിന്നെ നമ്മുടെ നാടൻ നെയ്യ്, അതായത് മിൽമടയാണ് ഞങ്ങൾ മേടിച്ചത്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് കൊണ്ടുവന്നില്ല. കുറച്ചു കാലം അധികം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് കൊണ്ടുവന്നത്. ഇവിടെ കിട്ടും, ഇന്ത്യൻ സ്റ്റോറിലൊക്കെ നല്ല ഗീസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ എന്താ പറയുക ലിഡിൽ നിന്നാണ് ഇപ്പം മേടിക്കാറുള്ളത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ഫ്രഷ് നമ്മുടെ നാട്ടിലത്തെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇത് മേടിച്ചു, അത്രയേ ഉള്ളൂ. ഇതൊന്ന് പൊട്ടിക്കണം, പൊട്ടിച്ചിട്ട് ഇപ്പം മിൽമയുടെ ഗീയാണ് ഇത്. പിന്നെ രണ്ടും കായത്തിൻ്റെ പൊടികളാണ്. ഇത് ഞാനിവിടെ അത്യാവശ്യം സാമ്പാറും എല്ലാം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണതാണ്. അപ്പോൾ കായത്തിൻ്റെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. തെറ്റുവായ്പ ആവശ്യമില്ല, പക്ഷേ ഞാൻ അലോവേര കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചത്. ഇതൊക്കെ ഇവിടുത്തെ എല്ലാ DM-ലും എല്ലായിടത്തും കിട്ടുന്നതാണ്, അപ്പം അങ്ങനെ നിർബന്ധം ഇല്ലാത്തൊരു സാധനമാണ്. ഇതിൽ കൂടുതലും പിന്നെ ക്ലോത്ത്സാണ് തോന്നുന്നുണ്ട്, നിങ്ങൾ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു നൈറ്റ് ഡ്രസ്സൊക്കെയാണ്. ജസ്റ്റ് 200 അങ്ങനെ കണ്ടേ ഉള്ളൂ. ഡൽഹി പോയപ്പോൾ അവിടുത്തെ ഷോപ്പിങ്ങിന് അവിടെ നിന്ന് മേടിച്ചതായിരുന്നു. നല്ലതായിരിക്കും ഇടാനായിട്ട്. ഇതെൻ്റെ നല്ല ഡ്രസ്സാണ്. ഇതാ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പ്രൊഡക്റ്റ്. എന്താ പറയുക, ഇതിൽ കർപ്പൂരം വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ നല്ല പുക വന്ന് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇത് പ്രവീണിൻ്റെ അടുത്ത് കണ്ട് ഞങ്ങൾ അവൻ്റെ പോലത്തെ കിട്ടിയില്ല, വേറെ ഒരെണ്ണം മേടിച്ചതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യണതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഇതിൽ ഫുൾ ക്ലോത്ത്സ് ആണുള്ളത്. എൻ്റെയും അജിയുടെയും ക്ലോത്ത്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ഇത് പിന്നെ ഞാനൊരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷൂ ആണ്, പുതിയൊരു ബ്രാൻഡൊക്കെയാണ്, പക്ഷേ അവർ നല്ല കവറും ഒക്കെ തന്നിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞ് എൻ്റെ വൈറ്റ് ഷൂ ഒന്ന് മാറ്റി ബ്ലാക്ക് ഷൂ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാട്. പിന്നെ പുതിയ ഇയറിലെ കലണ്ടറാണ്, മംഗളത്തെയാണ്, ഞങ്ങൾ അവിടുത്തെ ഒരു ജ്വല്ലറി ഷോപ്പത്തെയാണ്. അജിയുടെ പാൻ്റാണ്, അജിയുടെ പാൻ്റാണ്. അജിക്കൊരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓയിൽ തേച്ച് എണ്ണ തേക്കണം, മറ്റേ ഒരു ചീർപ്പ് പോലത്തെയാണ്. അതിൻ്റെ കൂടെ ഒരു ഫുൾ ചീർപ്പും കിട്ടി തോന്നുന്നു ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോൾ. തുണികളുടെയൊക്കെ ഇടയിൽ ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി വീണ്ടും അയണിങ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. ഞാൻ വിചാരിച്ചു വിടണേൻ്റെ ആ സമയത്ത് അയൺ ചെയ്യാം. ഫ്രണ്ട്സിന് ഇത് അമ്മയ്ക്ക് ഇഷ്ടമായ ഒരു ഡ്രസ്സായിരുന്നു. അമ്മ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ സാധാ ബ്രഷ്, ഞങ്ങൾ ഇലക്ട്രിക് ബ്രഷാണ് യൂസ് ചെയ്യണേ, പക്ഷേ ഞങ്ങൾ മിക്സിയിലൊക്കെ കഴുകാനും അങ്ങനത്തെ ഒക്കെ ഇത്, പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ നിൽക്കാൻ വന്നാൽ മറന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ചേച്ചിയുടെ ഒരു സാരിയാണ്, അമ്മയ്ക്ക് ഓണത്തിന് എടുത്തതാണ്, പക്ഷെ അമ്മ അത് നൈസായിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ ചേച്ചിയുടെ ഒരു സാരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് സാരി കൊടുക്കാനുള്ള ഒരു മോഹമുണ്ട്. ഇത് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചില്ലേ, ഇംപെക്സിൻ്റെ കൂടെയുള്ള ഒരു, ഇംപെക്സിൻ്റെ ആണോ അതോ വേറെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പ്രസ്റ്റീജിൻ്റെ ആണ്. അപ്പോൾ അത് ഒരു തവ, ഞങ്ങളടുത്ത് തവയുണ്ട്, ഞാനൊരു ബാക്കപ്പ് എന്നുള്ള ഇതിൽ മേടിച്ചതാണ്. ഇത് മറ്റേ കസ്കസ് അറിയില്ല, ജ്യൂസിൽ അതിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണം എപ്പോഴെങ്കിലൊക്കെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. സമ്മറിലാണ് ജ്യൂസൊക്കെ കൂടുതൽ കുടിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് നമ്മൾ ഗ്രീൻ ടീയും ഹോട്ടായിട്ടുള്ള സാധനങ്ങളാവും കുറച്ചുകൂടെ കുടിക്കാൻ നോക്കുക. ഇതെൻ്റെ ഡ്രസ്സ്, എൻ്റെ പാൻ്റാണ്. ഇതിൽ പിന്നെ ചന്ദനത്തിരികളോട് ചന്ദനത്തിരി, അതുകൊണ്ട് ഈ പെട്ടി കൂടുതലും ചന്ദനത്തിരി സ്മെല്ലാണുള്ളത്. ഓരോ പെട്ടിയിൽ ഓരോ സ്മെല്ല്. ഇത് പിന്നെ ഞാൻ കാഷ്യൂനട്ട് കുറച്ചധികം മേടിച്ച് വന്നിട്ടുണ്ട്. കാഷ്യൂനട്ടും പിന്നെ ബദാമും അതൊക്കെ ഇവിടെ കിട്ടും, അതുകൊണ്ട് മേടിക്കണമെന്നില്ല. പിന്നെ പുതിയ ഷൂ ആണ്, ജിഞ്ചർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഷൂ ആണ്. ഇടുന്നതിന് മുമ്പേ വീഡിയോ കൂടുതലിടും.
കുറേ ചന്ദനത്തിരി പല ഫ്ലേവറിൽ പല സ്മെല്ലിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ മരുന്നുകളും എണ്ണകളും ഒക്കെയാണ് തോന്നുന്നുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാണ്. നല്ല തണുപ്പുണ്ട് ഇതൊക്കെ. ഇത് പിന്നെ ഒരു ഷാമ്പു. ഞാൻ ഈ ഷാമ്പു എല്ലാം ഇപ്പോൾ യൂസ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് ഒരു എക്സ്ട്രാ ഉണ്ടായിരുന്നു, അതിന് ഡേറ്റ് ആയിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ എടുത്തതാണ്. ഇത് മറ്റേ ഗ്രീൻ ചില്ലിയുടെ സോസാണ്. ഇത് ഇവിടെ കിട്ടും, പക്ഷെ നാട്ടിലത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്പൈസിയുള്ള രീതിയിൽ കിട്ടുന്നതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തോ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇത് പിന്നെ സോയ സോസൊക്കെ ഫ്രൈഡ് റൈസിന് ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല ബ്രാൻഡുള്ളത് കിട്ടുന്നുണ്ട്. അമ്മ അവിടെ നിന്ന് ലുലുന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ കൊണ്ടുവന്നതാണ്. പ്രാവശ്യം കൂടുതൽ ഷോപ്പിങ്ങും ഞങ്ങൾ ലുലുന്നും പിന്നെ എന്താ പറയുക ക്യാൻറ്റീനും പിന്നെ കുറച്ച് നാട്ടത്തെ ചുറ്റുവട്ടത്തുള്ള അവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വോളിന് എപ്പോഴും കൊണ്ടുവരാറുണ്ട് ഇങ്ങനത്തെ സ്പ്രേ. അപ്പോൾ അജിയില്ലാത്ത സമയത്ത് സ്പ്രേ ഒക്കെ അടിക്കുക സ്വയം പറ്റുമല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡിഫോ ജെല്ലാണ് യൂസ് ചെയ്യുക. ഇത് ജസ്റ്റ് മേടിച്ചു മാത്രം. ഇത് മുഴുവൻ എൻ്റെ ഫേസ് വാഷാണ്. ഫേസ് വാഷൊക്കെ ഒരു അത്യാവശ്യം നല്ലതായിട്ട് പോകുന്നുണ്ട്. കുറേ എണ്ണം ഞാൻ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഇത് പിന്നെ അജിയുടെ കുർത്തയാണ്. വീരൻ്റെ കല്യാണത്തിനിട്ടാണ്. നാപ്പിളിമ്പോൾ അജിയുടെ ഡ്രസ്സൊക്കെയാണ്. ഒക്കെ ഇനി കുറേയൊക്കെ അയൺ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് അയൺ ചെയ്യാനൊന്നും വന്നില്ല. ഇത് കുറച്ച് പിന്നെ കാണിച്ച ബെഡ്ഷീറ്റിൻ്റെ പില്ല കവറാണ്. കംഫർട്ടിന് നല്ല മണമുണ്ട്. കംഫർട്ട് ഇട്ട് കഴിവുണ്ട്. അതൊക്കെ എൻ്റെ ഡ്രസ്സാണ്. അതൊക്കെ ഇനി അവിടെ കൊണ്ടുപോയി ഒതുക്കി വെക്കണം. ഇത് എൻ്റെയാണ്. ഞങ്ങൾ രണ്ടുപേരും ട്വിന്നിങ് ആയിരുന്നു, അപ്പോൾ ഇത് എൻ്റെയാണ്. ഇത് പിന്നെ എൻ്റെ ഒരു ലഗിനും പിന്നെ ഒരു ടീഷർട്ടാണ്. അങ്ങനെ ഈ പെട്ടി അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലും ക്ലോത്ത്സ് ആണ് ഉണ്ടായിരുന്നത് തോന്നുന്നു. അങ്ങനെ